ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അത് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ മോന് ഷോപ്പിൽ പോകണമല്ലോ. അപ്പോൾ അവനക്ക് ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട്, അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മുത്ത് പറഞ്ഞ് നമുക്കൊന്ന് പുട്ടുണ്ടാക്കാം, പഴം ഉണ്ടല്ലോ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഗോതമ്പിൻ്റെ പുട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ, കുറച്ച് ടൈം എടുക്കില്ലേ വേവാനായിട്ട്. അപ്പം ഞാൻ തൊട്ടുന്ന അത്രയും ആകുമ്പോൾ ഇനി മോന് നേരം വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് അവനക്ക് കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവനുണ്ടെങ്കിൽ രാവിലെ കൊണ്ടുപോകുന്നതും നമ്മൾ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് തന്നെയായിട്ട് അവൻ കൊണ്ടുപോകുന്നത്. ചോറ് കൊണ്ടുപോകില്ല, കറി എന്തെങ്കിലും ആക്കും. പിന്നെ എന്താണ് രാവിലെ ഉണ്ടാക്കി അത് തന്നെ അവന് ഉച്ചയ്ക്ക് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അവന് എന്നും ഇഷ്ടം അങ്ങനെ. ഇനിയിപ്പോൾ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചോറുണ്ടെങ്കിൽ രാവിലത്തെ വല്ല കടി ഉണ്ടെങ്കിൽ അത് കണ്ട് അതെടുത്ത് കഴിച്ചതിൻ്റെ ശവാക്കി ചോറിനുള്ളൂ, അത്രയും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചോറാക്കിയിട്ടും കാര്യമില്ല. പിന്നെ ഞങ്ങൾക്കിന്ന് ഇവിടെ ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ നിൽക്കുന്ന, വേഗം എല്ലാം കഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ടൈം അധികം എടുക്കണ്ട വെച്ചിട്ട് അവനുള്ള വേഗം ദോശയുടെ ബാറ്ററോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പിൻ്റെ ഇത് നമ്മൾ അരിപ്പൊടി ആക്കുന്ന പോലെ പെട്ടെന്ന് ആവില്ലല്ലോ. സാധാരണ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത്തിരി പാടാ. അല്ലെങ്കിൽ ഇനി ഒരു പച്ചപ്പൊടി ഇട്ട് നനയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട് പച്ചപ്പൊടി പോലെ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലാണ്, അവിടെ പണികളുണ്ട് കുറേ. കൈ മുറിഞ്ഞു ഗൈസ്, രാവിലെ തന്നെ പഴം മുറിക്കായിരുന്നു. അപ്പോൾ കൈ മുറിഞ്ഞു. ഇന്ന് പുട്ടും പഴം ദോശയും ഇതാവുന്നല്ല നമ്മളാള്. കൈയൊക്കെ മുറിഞ്ഞ് രാവിലെ തന്നെ ആകെ ഓരോന്ന് വരുത്തിണ്ടാക്കി വെച്ചിരിക്കും. എന്നിട്ട് കെട്ടി വെച്ചിക്കണെന്ന് നോക്കിയാ എന്താ സ്റ്റൈല്. എന്നിട്ട് പറയാണ് കയ്യ മുറിഞ്ഞിക്കണ്, എന്റെ ഞരമ്പ് മുറിഞ്ഞിക്കണ്, നല്ല കടച്ചിലുണ്ട് എന്നൊക്കെ. അത് നല്ല കടച്ചില്, നല്ല ബ്ലഡും പോണ്, നല്ല കടച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. ആകെ ചെറിയ ഒരു മുറിയാണ് ഇതിന്റെ അവിടെ, ആകെ ചെറിയൊരു മുറി. ചെറുതൊന്നല്ല, ഇവിടെ ഇതാ ഈ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞായി നോക്ക്. അത് സ്വന്തം കൈ മുറിഞ്ഞു. മഞ്ഞപ്പൊടിയും കെട്ടിക്കൊടുത്ത് അയ്യോ അമ്മേ അയ്യോ അമ്മേ. അങ്ങനൊന്നുമില്ല കേട്ടോ, വെറുതെ പറയണേ, കളിയാക്കണില്ല. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല അടിപൊളി പുട്ടാണ് കണ്ട. ഞങ്ങക്ക് എന്താ പുട്ട്? നല്ല ഗോതമ്പിന്റെ പുട്ടാണ്. ഞങ്ങള് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മോന് പോണ കാരണം ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്ത. അപ്പൊ ഒരു പൂതി ഗോതമ്പ് പുട്ട് കഴിച്ചാലാന്ന്. അപ്പൊ പുട്ട് ഉണ്ടാക്കിയിട്ട് നല്ല പുട്ടും. പിന്നെ ഞങ്ങൾക്കെല്ലാം പഴമുണ്ട്. പിന്നെ ഈ പഴം നമ്മളെ ഇതല്ലേ എന്താ വാഴ ഒടിഞ്ഞിട്ട് മൂക്കാത്ത പഴം, കുറച്ച് എന്നാലും നല്ല മധുരമില്ല കേട്ടോ, ഒരു ചെറിയൊരു ഇതുണ്ട്. അത് നല്ല ശരിക്കും പഴുക്കാത്ത കാരണം വാടിയിട്ട്. എല്ലാരും എന്താണ് സ്പെഷ്യലൊക്കെ വീട്ടിലൊക്കെ, എന്താണ് സ്പെഷ്യലൊക്കെ എല്ലാരും കമന്റ് ചെയ്യും. എല്ലാരും സ്പെഷ്യൽ, ഇന്നത്തെ സ്പെഷ്യലൊക്കെ കമന്റ് ചെയ്യും. ഞങ്ങള് വെറുതെ എങ്ങനെ വിചാരിച്ചാണ് ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ചൊരു വീഡിയോ എടുത്ത് കുറേ കാലമായി, ഒരു വീഡിയോ ഇട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് കുറേ കാലമായി. ഫുള്ള് ലൈവിലല്ലേ, അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. പക്ഷെ എനിക്ക് പണിയുണ്ട്. പിന്നെ ഇന്നത്തെ ഉപ്പേരിക്കുള്ളതാണിത്. രണ്ട് വാഴ ഒടിഞ്ഞപ്പോ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും ഫുള്ള് വാഴപ്പായിരുന്നു. നല്ലതല്ലേ, ഹെൽത്തിന് നല്ലതാണ്ടോ. എന്താണ് ഇന്ന് കറിന്ന് ഉച്ചക്ക്? കറി ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ മീൻകറി, പിന്നെ ഉപ്പേരിക്ക് പിന്നെ കരിമീൻ പൊരിച്ചത് ഇരിക്കുന്നുണ്ട്. കരിമീൻ പൊരിച്ച് കഴിഞ്ഞാൽ എത്ര രണ്ടെണ്ണം? അത് ഇന്നലെ ഒരു പ്ലേറ്റ് കൊടുന്നു വെച്ചത് ഞാൻ കാലിയാക്കണം വിചാരിച്ചാണ്, പക്ഷെ സമ്മതിച്ചില്ല. കള്ള സമ്മതിച്ചില്ല, കാലിയാക്കാൻ സമ്മതിച്ചില്ല. ഒരു പ്ലേറ്റ് മീൻ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ ഇരുന്ന് കഴിച്ചു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, മീനിനോട് ഭയങ്കര മീൻ കിട്ടിയാല് നമ്മള് അവിടെ മുള്ളു പോലും ബാക്കിയൊക്കെയാണ് നമ്മളത് തിന്ന് തീർക്കും. എന്നിട്ട് മുള്ളൊക്കെ ബാക്കി എവിടെ എന്നിട്ട് ചെല്ല നിന്നിരുന്നത്. അതാണ് അടി പൂച്ച എന്ന് പറയുന്നത്. പൂച്ചക്ക് എന്താ ഒരു കുഴപ്പമോ? എന്താണ് ഈ പൂച്ചക്ക് ഒരു കുഴപ്പമോ? നല്ല ജീവികളിൽ നല്ല വൃത്തിയുള്ള സാധനമാണ് പൂച്ച. ഞാൻ സത്യം പറഞ്ഞാലേ ഇടക്ക് പൂച്ചക്കുട്ടികൾ
കളിക്കും. ഞാൻ പൂച്ചക്കുട്ടി കളിക്കണ എന്താ വെച്ചാല് നല്ലോണം മീൻ കഴിക്കും വെച്ചിട്ട് എന്റെ മോളും നന്നായി മീൻ കഴിക്കണം. ഞാൻ അതിന് പറയും പൂച്ചക്കുട്ടി. അതിന് ഞാൻ പറയും ഇപ്പൊ 2 പൂച്ചക്കുട്ടികളെ അവിടെ പറയും. ഞങ്ങക്ക് ആരോഗ്യമുണ്ട്, ഓൾക്ക് ആരോഗ്യമില്ല. പച്ചക്കറി മാത്രം, മരുന്നടിച്ച പച്ചക്കറി മാത്രം തിന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് തിന്നൂല. എന്നിട്ട് മീൻ വെച്ചാലോ മീനിന്റെ കറി വേണം, മീനിന്റെ കറി വേണം, മീൻ പൊരിച്ചത് വേണം, മീനിന്റെ മറ്റേ പൊരിച്ചതിന്റെ ആ മൊരി ഉണ്ടാവില്ലേ അതും വേണം, ചീനച്ചട്ടിയും വേണം. അതൊന്നും ഞങ്ങൾക്ക് തരില്ല, മീൻ കൂട്ടുന്ന ആൾക്കാർക്ക് തരില്ല. അതെന്ത് മാന്യതയാണ്? ഇതാണോ മാന്യത? അങ്ങനെ സംസാരിച്ചിരുന്ന നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഇതാക്കട്ടോ, ഞങ്ങൾക്ക് പോകും വേണമല്ലോ. അപ്പോൾ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് ലേറ്റ് ആവും തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേഗം സ്പീഡിലൊക്കെ ഞാൻ ഫോണ് മുത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതൊക്കെ വേഗം റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ശരിയാണ്. ഈ വീഡിയോ പിന്നെ ആരെടുക്കുക? 1 2 3 ഇങ്ങനെയാണ് മുട്ടുത്താൻ ശരിയാണ്. തേങ്ങ ചെറിയത് കഴിഞ്ഞത് ആൻറ്റിൽ ഉണ്ടായിരുന്നു തക്കയിൽ. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്, ഇത്രപോരം കൂടി ഉണ്ട്. അപ്പം അതിനൊരു ഇത്തിരി തേങ്ങ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, അതിനാണ്. ഈ തേങ്ങ ഞാൻ ഇതില്ല റബ്ബേന്നോണം പറയുന്നത്. ഇന്നലെ ഞാൻ ചരുകിയിട്ട് വെച്ചതാ. റബ്ബാണ് സത്യം. ഇന്നലെ ഞാൻ ചരുകിയിട്ട് തെക്കലാക്കി വെച്ച് കറി വെക്കുമ്പോൾ. ഇന്നലെ കറി വെക്കുമ്പോഴൊക്കെ ആളവിടെ ലൈവിലിരുന്ന് ഞാനാണ് വന്നിട്ട് കറി വെച്ചൊക്കെ. അപ്പൊ തേങ്ങ അരിക്കിയത് ഞാൻ എപ്പോഴാക്കി വെച്ചൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് കള്ളം പറയാ നിങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട്. ഞാൻ ചെറിയ ശരി എന്നാ സുഖല്ലേ മോനിക്ക്? നല്ല തണുപ്പാ. അല്ല തണുപ്പിനല്ല സുഖം. സുഖമില്ല, തണുപ്പും ചൂടും കൂടി വേണം. നല്ല തണുപ്പാ. നല്ല തണുപ്പൊന്നുമില്ല, ഒരു ഇത്തിരി തണുപ്പ് വരുമ്പോൾ പുറത്ത് മൂടിയിട്ട് കുട്ടികൾ മങ്കിക്കാപ്പിട്ട പോലെ കിടക്കും. ഞാനങ്ങനെ തന്നെ. എനിക്ക് എന്റെ ശരീരം ചൂടാണ്, എന്റെ ശരീരം ചൂടാണ്. എനിക്ക് ആ ചൂട് നിലനിർത്തി കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തണുപ്പിനെ എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല. മതി മതി, അത്രയൊന്നും ഇല്ല, ഒരു തരിയുള്ളൂ കൂട്ട്. പിന്നെ കുറച്ച് ഇക്കാട് വീട്ടിലേക്ക് പഴം കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഓൾറെഡി മുറിഞ്ഞ കാരണം പിന്നെ ബാക്കി ഞാൻ മുത്തിനെ കൊണ്ടാണ് മുറിപ്പിച്ചേട്ടാ, അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി. കാരണം മൊത്തം ഇരുന്ന് പഴുക്കല്ലേ. അതാണ് ഗായ്സ് നമ്മളെ വീടിൻ്റെ പുറം ഭാഗം. വണ്ടി കിടക്കുന്നുണ്ടോ? വണ്ടി മഴയത്താണ് കിടക്കുന്നത്. പിന്നെ എന്താണ്, നല്ല മഴപ്പം മാറി ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. പിന്നെ ഫുള്ള് പച്ചപ്പട്ടല്ലേ, അടിപൊളി നല്ല ക്ലൈമറ്റാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നല്ലൊരു ഫീലിംഗാണ് അവിടെ. പിന്നെ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണ സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ മഴക്കാലത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ചീഞ്ഞ് കൊണ്ട് നോക്കിയാൽ മതി. പ്രാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ആറ്റ് നോറ്റ് കൊതിച്ചുണ്ടാക്കിയാണ്. നമ്മളെ ഗാർഡനാണിത്. നമുക്കിതൊന്ന് ഡെവലപ്പ് ചെയ്യണം. പിന്നൊന്ന് മേലൊന്ന് പോയോക്കട്ടെ, മേലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണോ എന്നുള്ളതൊന്ന് പോയോക്കട്ടെ. ഈ സൈഡിൽ വെള്ളം നിന്നിട്ടേ വണ്ടിയൊക്കെ ഭയങ്കര ഒറ്റപ്പടിയാണ്. ശ്രദ്ധിച്ച് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കണ്ട് പോവാം, തല ഇവിടെ ബാക്കിയാവും. ഉണ്ടാ ഇത് ഉമ്മാൻ്റെ വീടാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഫുള്ള് വെള്ളമാണ്. ഇതിൽ കൂടെ വെള്ളം അവിടെ അടഞ്ഞിട്ടേ ഫുള്ള് വെള്ളമാണ്. വൃത്തിയാക്കാൻ അങ്ങോട്ട് കയറാനൊന്നും ഇതില്ല, കോണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറി വൃത്തിയാക്കലൊന്നുമില്ല. അപ്പം ഞാൻ ഇതേ കൂടെ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ കാല് വെച്ചിട്ട് ഈ തിണ്ടുമ്പോൾ കാല് വെച്ചിട്ട് ഇതേ കൂടെ പൈപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കും, വെള്ളം ഒന്ന് ഫ്രീ ആക്കി കൊടുക്കും. അങ്ങനെ വെള്ളം പോവും. പിന്നെ അപ്പുറത്തെ ഉളക്കാക്കാൻ്റെ വീടാണ്, ആങ്ങളുടെ വീടാണ്. പിന്നെ അയൽവാസികൾ അങ്ങനെ നമ്മളെ വാർപ്പാണിത്. വൃത്തിയിൽ കൊടുക്കണുണ്ടല്ലേ നമ്മളെ വാർപ്പ്. സെൻസൈഡൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയാണ് ഇപ്പോൾ.
മഴക്കാലം വന്നപ്പോൾ അങ്ങോട്ട് വൃത്തിയാക്കിയാണ്. പിന്നെ ഈ ഒരു മരമാണ് നമുക്ക് ഭയങ്കര ശല്യമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ മേലെ കൊമ്പ് കൊണ്ട് അവിടെ പൊളിഞ്ഞിക്കണ്. പിന്നെ ചപ്പും ചവറൊക്കെ വീണിട്ട് ആകെ അവിടെ വെള്ളം പോവാത്ത രീതിയിലൊക്കെ ആകെ ബുദ്ധിമുട്ടായിട്ട് ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് വൃത്തിയാക്കി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ അതാണ് നമ്മളെ ടാങ്കി. ടാങ്കിൽ വെള്ളം എത്ര ഉണ്ട്? വെള്ളം പകുതി കഴിക്കണം. പകുതി കാബ കഴിക്കണം. അപ്പോൾ കണ്ടില്ല, ഷീറ്റ് ഇടാൻ വേണ്ടി കമ്പ്യൂട്ടറാണ്. ഷീറ്റ് ഇട്ടിട്ടില്ല, പൈസ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് ഞങ്ങൾ ഇടണ്ടെന്ന് വെച്ച്. ഇനിയിപ്പോൾ ഇൻഷാല്ല പൈസ ഒക്കെ ആയിട്ട് വേണം ഷീറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് സോളാർ വെക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. സോളാറൊക്കെ വെക്കണം ഇൻഷാല്ല. കയ്യിൽ പൈസ ഒക്കെ ആവട്ടെ. കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് വീടിൻ്റെ മേലെ. ഒന്നല്ലെങ്കിൽ വീടിൻ്റെ മേലെ മോഡിഫിക്കേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് വിറ്റ് ഞങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകും. ഉണ്ടാ നല്ല പച്ചപ്പുള്ള പറമ്പാണ്, നല്ല അടിപൊളി പറമ്പാട്ടാ. ഇവിടെ ജാതിക്കുണ്ട്, പിന്നെ റംബുട്ടാൻ ഉണ്ട്. നല്ല നീറ്റ്, നല്ല ക്ലീൻ ആയിട്ടുള്ള പറമ്പിൻ്റെ ഓണർ നല്ല നോക്കും. പറമ്പൊക്കെ നല്ല നോക്കും. നീറ്റ് ആൻഡ് ക്ലീനാണ് പറമ്പ്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് പറമ്പ്. പിന്നെ ഇത് ഇവിടെ താമസക്കാരുണ്ടായിരുന്നു മുന്നേ, ഭാർഗവ നിലയം താമസക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വിറ്റ് പോയി. ഓടൊക്കെ ഉണ്ടായിരുന്നു, മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്നു, പൊളിഞ്ഞു പോയതാണ് മേൽക്കൂരൊക്കെ. പിന്നെ നമ്മളെ അയൽവാസിൻ്റെ വീട് പരിപ്പും ചേച്ചി കുമാരേട്ടൻ നമ്മളെ അയൽവാസിൻ്റെ വീടാണ്. അപ്പോൾ കാഴ്ച നമ്മൾ നിലത്തിറങ്ങാണ്. ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ആകെപ്പെട്ടു. പിന്നെ നമ്മൾ വെള്ളരിൻ്റെ തയ്യാണിത്. വെള്ളരിൻ്റെ വെള്ളരി ഉണ്ടായിക്കണ, ഉള്ളിലൊന്നും ഉണ്ടായിക്കണ വെള്ളരി കണ്ടില്ലേ, അവിടെ കുത്തിക്കണി. ഞാൻ അത് കേടരാണാവും, അതിന് കവറിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എന്താണ് അവിടെ, എന്താണ് പണി? കയ്യൊക്കെ മുറിച്ച് വെച്ചിരിക്കണ്. എന്താണ് പണിയെന്നുള്ളതൊക്കെ നോക്കാം നമുക്ക്. സൗണ്ടും കൂറ്റും വീർപ്പൊന്നും കേൾക്കാനില്ല. ഇവിടെ ഉണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ വന്ന് കണ്ടപ്പോ ഒന്ന് കാണിച്ചു കൊടുക്കാം. നല്ല പാടാ. അതിങ്ങനെ വയ്യാത്ത കയ്യും വെച്ചിട്ട് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ പോയത് അക്കത്തിന് എന്തൊക്കെ ചെയ്തിരിക്കണത് തോന്നുന്നു. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ എടുത്ത് കളയില്ലേ? ഇതെന്തൊക്കെ പ്ലാസ്റ്റിക് പോലെ സാധനങ്ങൾ ഇതെടുത്ത് കളയുന്നു. എന്റെ ബലമായ സംശയം കയ്യും മനഃപൂർവ്വം മുറിച്ചാണ്. കയ്യും ഞാൻ എന്നെ പറ്റിക്കണ്ട. മീനധികം മുറിക്കാതെ വെക്കൂലേ. വലിയ മീനൊക്കെ മുറിക്കാൻ എനിക്ക് പേടിയാകാം. എന്റെ കൈ മുറി വെച്ച് ഞാൻ കത്തിയെടുത്തിന്റെ മിക്കതിന്റെ കയ്യും. വലിയ മുറി പേടിയായിട്ടല്ല, മണത്തിട്ടാണ്. എന്ത് വിടല വിടുന്നു പാപ്പ. മീന് മണത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഇതുണ്ട്, രണ്ടും ഉണ്ട് സംഭവം. ഇവിടെ ഓൾമോസ്റ്റ് മീനൊക്കെ കിട്ടിയ മുറിക്കൊക്കെ പേടിയാ. ഇത് ഞാൻ പഴം മുറിക്കാൻ വേണ്ടിട്ട് തല കീക്കിനാക്കിട്ട് കെട്ടിയിട്ട് പഴം മുറിക്കാൻ പറ്റണ്ടേ. അപ്പൊ ഞാൻ മൂസിന്റെ കൈ ഞാൻ കൊണ്ട് എത്തുന്നില്ല. ഒന്നും പറയാ. അവിടെ ഞാൻ അപ്പുറത്തന്നെ ഉണ്ട്. 2 അടി ഓട്ടോറിക്ഷ പോകേണ്ട ആവശ്യമില്ല. 2 അടി അപ്പുറത്തൊക്കെ ഉണ്ട്. അതൊന്നും മുറിച്ചാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടാലല്ല കണ്ടറിഞ്ഞ് സഹായിക്കാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. എന്നൊന്നും ഒരു വാക്ക് പറയാ. എന്തൊരു വാക്ക് പറഞ്ഞാല് പൈസ കൊടുക്കണം. ഇനി ഒരു വാക്ക് പറയണമെങ്കില് ഇല്ല, ഒന്നും പറയില്ല. നമ്മളോടൊന്നും പറയില്ല. അപ്പൊ എന്തോ ഒരു അകൽച്ച പോലെ ഉണ്ട് തോന്നുന്നു. ഞാൻ വെറുതെ പറഞ്ഞാൽ അകൽച്ച ഒന്നുമില്ല. പിന്നെ ഇപ്പൊ എന്ത് മുറിച്ചിട്ട് ഉണ്ണിത്തണ്ട് വെക്കണ്ട. ഇതെല്ലാം കൂടി എല്ലാം കൂടി ആകെ 2 പേരുണ്ട് ഞങ്ങള്. ബാക്കിയുള്ളവരൊന്നും ഇല്ല. മഴ എപ്പോഴാണ് ആളുകളുണ്ടായി. അടിപൊളി മഴയായിട്ടാ പെയ്യുന്നത്. നല്ല തണുപ്പാണ്. ഇവിടെ തണുപ്പില്ല, ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ വയനാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുക.
വയനാട്ടിലൊരു റിലേറ്റീവ് ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാർച്ചിൽ ഗൾഫിൽ വന്നിട്ട് ഒരാഴ്ച ഞാൻ അവിടെ നിന്നുള്ളൂ, ഞാൻ വയനാട്ടിൽ പോയി. എന്നിട്ട് തിരിച്ച് ജൂണില് തിരിച്ച് പോണതിന്റെ 2 ദിവസം മുന്നേ ഞാൻ വന്നു. അത്ര ചൂടാവിടെ. പിന്നെ ചൂടുണ്ടാവില്ല. ഇജ്ജൊക്കെ മറ്റേ മരിച്ചു പോയി കഴിഞ്ഞാല് മറ്റേ കബറിൽ എമ്മാതിരി ചൂടാവും. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. സ്വർഗത്തില് കബറിലും കിടക്കണ്ടേ, നേരെ സ്വർഗത്തിൽ കണ്ടാൽ പാർട്ടി വിടൂലേ? അല്ലല്ല, കബറിലല്ലെങ്കിൽ ചൂടാവും. കുറ്റം പറയാണ്ടിരിക്കാൻ നമുക്ക് കബറിൽ വെളിച്ചം പ്രകാശം കാറ്റൊക്കെ കാറ്റ്, കബറില് കാറ്റ് 24 hours കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ അറിയുന്നത്. പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദോഷ അവര് ഏറ്റെടുത്ത്. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം. അതില് കുറ്റം പറയുമ്പോ എനിക്ക് വിഷമല്ല, സന്തോഷമാണ്. കുഴപ്പമില്ല, നമ്മള് കുറ്റം അവര് കിട്ടും, അവര് ചെയ്ത ഭാഗത്ത് നമുക്ക് കിട്ടുന്നു. അങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല സത്യാവസ്ഥ എന്താല്ലേ. വെറുതെ ഇരുന്നിട്ട് കൂലി വാങ്ങണ്, നിസ്കരിക്കൊന്നും വേണ്ട, വെറുതെ ഇരുന്ന് കൂലി വാങ്ങും. ഇനിയിപ്പോ ഈ വീഡിയോ ഇട്ടാല് വീഡിയോനെ കുറ്റം ഉണ്ടാവും. അല്ലോ കൊറേ ഉണ്ടാവും പ്രതിഫലം. എന്തൊക്കെയാണ് ഇനിയിപ്പോ എന്തൊക്കെ കാണാണ്ട്, എന്തൊക്കെ കേക്കാണ്ട്. എനിക്കറിയാം, എന്നെ അത്യാവശ്യം ആൾക്കാരോട് പറയുന്നുണ്ട്. ഞാൻ കുറെ ചെവികളിൽ കേട്ടിട്ടുണ്ട്, പിന്നെ മറ്റുള്ളവർ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് അച്ഛനുണ്ടല്ലോ എന്നവർക്ക്. ഞാൻ നിന്നെ പറഞ്ഞ നാളെ അവർക്ക് കൊടുത്തത് ചൂണ്ടാണ്. പിന്നെ ഞങ്ങൾ ട്രൈപ്പോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അത് ഒരു ദിവസം വന്നിട്ട് ഇതുപോലെ അയാൾ കുറേ ബാഗിൽ തിരഞ്ഞു നോക്കിയിട്ട് പാവം കാണാതെ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കൊന്ന് പിന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പിറ്റേ ദിവസം കൊണ്ടുവന്നാണ്. അപ്പോൾ അതിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സമയം ഉണ്ടായിരുന്നില്ല. അതെ, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഇവിടേക്ക് വന്നിരിക്കുക കേട്ടോ, അമ്പാടി ക്ലിനിക്കിലേക്ക് വന്നിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ സ്കാനിങ് ഉണ്ട്, അതായത് 5ാം മാസത്തിലെ അനോമലി സ്കാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നൊരു വീടാണിത്. അപ്പോൾ നല്ല മഴ തന്നെയായിരുന്നു. ഞങ്ങൾ പോരുമ്പോഴൊക്കെ ഇപ്പോൾ രാവിലെ മഴയൊക്കെ തോർന്നിട്ട് പിന്നെ വെയിലൊക്കെ വന്ന് നല്ല വെയിലാണ്, ക്ലൈമറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പുലർച്ചെ മഴ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവിടെ നല്ല വെയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതേ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും വീണ്ടും മഴ പെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് വഴി പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ യൂണിറ്റി ഹോസ്പിറ്റലിലെ അനോമലി സ്കാനിങ് ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. അവിടെ ഹോസ്പിറ്റൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത്രയും ദൂരം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, എനിക്ക് വഴി അറിയില്ല, ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്കാനിങ് സെൻറ്ററിലേക്ക് വന്നത്. പിന്നെ മുന്നത്തെ ഡെലിവറികളെന്ന് പറഞ്ഞാലും ഈ ഒരു സ്കാനിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ അനോമലി സ്കാനിങ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ 5ാം മാസത്തിലെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുപോലെ ഫ്രണ്ടിന് ഇതുപോലെ എൻ്റെ അതേ ടൈം തന്നെയാണ് കേട്ടോ. ഒരാഴ്ചൻ്റെ മുന്നേ അവൾ എന്നുള്ളത് തന്നെയാണ് 5ാം മാസത്തിന് ഇപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ ചോദിച്ചപ്പം പറഞ്ഞ് അതുള്ളത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എവിടെയെന്ന് അറിയുന്നില്ല, അതിൽ എൻട്രൻസ് എവിടെയെന്ന് അറിയുന്നില്ല. അവിടെ ഫസ്റ്റ് ഫ്രണ്ടിൽ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ ബാക്ക് സൈഡ് അഞ്ചിട്ട് പോയപ്പോൾ ഓരോരു ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതേ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ അറിയിലും അറിയാത്തവരുണ്ട്. നമ്മൾ അയ്യന്തോൾ റോട്ടിലാണ്. കോടതിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരും പിന്നെ ഹസ്ബൻഡിൻ്റെ പേരും പിന്നെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണം. അപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി, അമല ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടേക്ക് തൃശ്ശൂർക്ക് പോകുമ്പോൾ തന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. താത്താടെ അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലുണ്ട്, അവർക്ക് ആക്സിഡൻ്റ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് അമലയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ മൂന്നാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആക്സിഡൻ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ അളിയൻ്റെ തലയിലൊക്കെ ഒരുപാട് സ്റ്റിച്ചൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ അതെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് അവിടെ എത്തുമ്പോൾ കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ. അപ്പോൾ ഒരു മെഡിസിൻ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അത് അവിടെ അമലയിലില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിർത്തിയിട്ട് മൊത്തം പോയതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് മാറിയിരിക്കണം. ഞാൻ കുറേ മുന്നേ അമലയിൽ പോയിട്ടില്ല. അതായത് ഇപ്പോൾ ഞാൻ ഗൾഫിൽ പോകേണ്ട മുന്നെയാണ് അന്ന് അമലയിൽ പോയിട്ടില്ല. എന്തായാലും 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ മാറിയിരിക്കണം. ഇപ്പോൾ ഈ ഏരിയ ഒക്കെ ഞാൻ ഇരിക്കണ ഈ ഏരിയ ഒക്കെ അന്ന് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാമ്പും മുയലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു പാർക്ക് പോലെ കുട്ടികൾക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റും. ഒരുപാട് വർഷമായിട്ട് പണ്ടേ അമലുള്ള കാലത്തുള്ളത് തോന്നുന്നുണ്ട് അങ്ങനെ. ഇപ്പം അതൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ അത് അവിടെ എവിടെയും കാണില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി എവിടെയും കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ മാറ്റി ഇപ്പോൾ നല്ല ഇരിക്കാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ ആക്കി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അവരെ കാഷ്വാലിറ്റിയിലൊക്കെ ഒന്ന് കഴിഞ്ഞ് ഡിസ്ചാർജ് അല്ല അവിടെ നിന്ന് റൂമിലേക്ക് മാറ്റി ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ തിരിച്ച് വരും. അപ്പോൾ രാവിലെ ഇറങ്ങിയതല്ലേ, നമുക്ക് ഒട്ടും വയ്യ. അപ്പോൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഈ വാർഡിലാണ് കേട്ടോ. ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഉണ്ട് കുറേ മീൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്, പ്രേ ഏരിയൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് ഇപ്പം ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തുറന്നാൽ നമുക്ക് പോയി വെക്കാമായത്. സത്യത്തിൽ ഇത്രയും മീനുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെറുതൊക്കെ കുറേ മുന്നേ ആ ഏരിയയിൽ ഭാഗത്തൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പം നല്ല ഒരു സൈഡിൽ നന്നായിട്ട് ചെറിയ മീനും മറ്റേ സൈഡിൽ ഫുള്ള് വലിയ മീനും കേട്ടോ. നല്ല രസമുണ്ടായിട്ട് കാണാനായിട്ട്. ഞങ്ങളിങ്ങനെ കുറേ നോക്കിയിരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും. പക്ഷേ മറ്റേ സൈഡിൽ വലിയ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് സ്രാവ് അങ്ങനാണോ എന്ന് പറഞ്ഞു. അത്രയും അതുപോലത്തെ സ്രാവിൻ്റെ മോഡൽ മീനൊക്കെ ഫുള്ള് വൈറ്റും പിന്നെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് പിന്നെ ഞാനവിടെ കൂടുതൽ നടക്കാമെന്നില്ല, വഴുക്കലുണ്ടോ വീഴുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പോയില്ല. അവിടെയൊക്കെ പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ തിരിച്ച് പോവുകയാണ്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കണേ, ഒരുപാട് ഇരുട്ടായിക്കണേ. ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ തന്നെ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ. പിന്നെ മഴ ആയിട്ട് പിന്നെ ഇടയ്ക്ക് കയറിയിട്ട് ചായയും ഒക്കെ കുടിക്കാനൊക്കെ ഇരുന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വെക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അമലൊക്കെ ഒരുപാട് മാറിയിരിക്കണം. ഫ്രൂട്ട്സ് സ്റ്റോളൊക്കെ ഇനിയിപ്പോൾ അതിന് മഴ പെയ്ത കാരണം അതിന് അത്ര ഇതുണ്ടാവില്ല, ഡിമാൻഡ് ഉണ്ടാവില്ല. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടേ. ഇപ്പോഴും എടുക്കുമോ? പക്ഷെ എന്തൊരു കഷ്ടം. ഒന്ന് കയറി നോക്കാം, ജസ്റ്റ് വണ്ടി നോക്കണേ.